അപ്പൊ ആ ദേവതയെ ആരാധിച്ചാലാണ് നമുക്ക് എല്ലാ തടസ്സങ്ങളും മാറുക. ഓം ശ്രീ മഹാദേവി നമ. സാധാരണ ഗതിയിൽ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദേവതാ സങ്കല്പമുണ്ട്. അപ്പോൾ ദേവതാ സങ്കല്പങ്ങളിൽ നമ്മൾ നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ദേവന്മാരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവശ്യം നമ്മൾ ആരാധിക്കേണ്ടതായിരിക്കുന്ന ദേവതാ സങ്കല്പം എന്താണ്? അത് നമ്മുടെ കുലദേവത എന്ന് പറയും. കുലദേവതയും എന്നും പറയാറുണ്ട്, ഭരദേവത എന്നും പറയും. അപ്പോൾ കുലദേവതയുണ്ട്, ഭരദേവതയുണ്ട്. അതേപോലെ ചില സ്ഥലങ്ങൾക്ക് ദേശദേവതയുണ്ട്, ഗ്രാമദേവത എന്നെല്ലാം പറയും. പണ്ട് കാലങ്ങളിൽ ഓരോ ഗ്രാമത്തിന് ഒരു ദേവത ഉണ്ടാവും. അതൊരിക്കലും കുലദേവത ആയിരിക്കണമെന്നില്ല. അപ്പോൾ കുലദേവത, അതേപോലെ ഭരദേവത, അതേപോലെ ഗ്രാമദേവത, അങ്ങനെ മൂന്നായിട്ടാണ് സാധാരണ തിരിച്ചിരിക്കുക. അപ്പോൾ എന്താണ് കുലദേവത എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഒരു കുലമുണ്ട്. എല്ലാവരും ജനിക്കുമ്പോൾ, എല്ലാവരും മനുഷ്യരാണെങ്കിൽ പോലും ഓരോരുത്തർ ഓരോ കുലത്തിലാണ് ജനിക്കുക. അപ്പോൾ കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അതിന് പറയാം ഗോത്രം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഗോത്രത്തിനൊരു ദേവതയുണ്ടാവും. അപ്പോൾ ഗോത്രദേവത ആണ് കുലദേവത എന്ന് പറയാം. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ആ ഗോത്രങ്ങളെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ അജ്ഞരാണെന്ന്, എല്ലാവർക്കും ഗോത്രമുണ്ട് എന്നാണ് പറയാം. അപ്പോൾ എല്ലാവർക്കും ഗോത്രമുണ്ടെന്ന് പറഞ്ഞാൽ ചിലർക്ക് അതറിയാം, ചിലർക്ക് അത് അറിയില്ല എന്നാണ്. ഉദാഹരണത്തിന് നേരെ കാശ്യപ ഗോത്രം, അതേപോലെ തന്നെ വിശ്വാമിത്ര ഗോത്രം, അങ്ങനെയുള്ള ഗോത്രങ്ങളുണ്ട്. അതേപോലെ നിരവധി ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗോത്രങ്ങളുണ്ട്. ഭരദ്വാജ ഗോത്രം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അറിയാത്തതായിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് വർണ്ണാശ്രമ ഭേദം അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗോത്രം ഏതാണ് എന്ന് നമുക്കറിയില്ല എന്നാണ് പറയുക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പൊതുവിൽ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് ആ ഗോത്രമായിട്ട് സങ്കല്പിക്കണമെന്നാണ്. അപ്പം ആ ഗോത്രത്തിന് ഒരു ദേവതയുണ്ട്, അതാണ് കുലം ദേവത എന്ന് പറയാം. ഉദാഹരണത്തിന് വസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ദേവതയെ ആരാധിക്കും. ഭരദ്വാജ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ ഒരു ദേവതയെ ആരാധിക്കും. അപ്പോൾ അതേപോലെ അതേപോലെ വിശ്വാമിത്ര ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ ആരാധിക്കും. അപ്പോൾ ആ ഗോത്രദേവതയാണ് കുലദേവത എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ വരുന്ന സമയത്ത് ചിലത് മഹാദേവനായിരിക്കാം. ഇപ്പോൾ വിശ്വാമിത്ര ഗോത്രത്തിൻ്റെ ദേവതയായിട്ട് പറയുമ്പോൾ അത് സാധാരണ മഹാദേവൻ എന്നുള്ള സങ്കല്പത്തിൽ വരും. അതേപോലെ ഭരദേവത എന്ന് പറയും. ഭരദേവത എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്ന ദേവതയാണ്. അത് നമ്മുടെ കുടുംബദേവത എന്നും പറയും. കാരണം ഒരു കുടുംബം വരുന്ന സമയത്ത് ആ കുടുംബത്തെ രക്ഷിക്കുന്നത് ഒരു കുടുംബദേവതയാണ്. അപ്പോൾ പൊതുവെ കേരളത്തിൽ എല്ലാവരും കുടുംബദേവതകളൊക്കെ തന്നെ ഏതാണ്ട് ദേവീ സങ്കല്പങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിന് നേരെ ആ ഒരു ദേവി ഉണ്ടാവും. ആ കുടുംബദേവി വളരെ പ്രധാനമാണ്. അതാണ് ഭരദേവത, നമ്മളെ ഭരിക്കുന്ന ദേവത എന്ന് പറയും. അപ്പോൾ അതാണ് അതിനെ നമ്മുടെ ഭരദേവത എന്ന് പറയും. അപ്പോൾ ആ ദേവതയെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വെച്ച് ആരാധിക്കണം എന്ന് പറയും. അതാണ് പണ്ട് കാലത്തൊക്കെ ഈ മച്ചിൽ ഭഗവതി എന്നുള്ള സമ്പ്രദായം വന്നു. അപ്പോൾ അറയിൽ ഒരു ദേവി ഉണ്ടാവും, അതാണ് ഭരദേവത എന്ന് പറയും. അപ്പോൾ ആ ദേവത ഒരു കുലത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ അവരുടേതായിരിക്കുന്ന കൂടെ ആ ദേവി എപ്പോഴും ഉണ്ടാകുന്നതാണ്. അവർ ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാലും ആ ദേവത ഉണ്ടാവും. അപ്പോൾ ആ ദേവത കൂടെ പോകുന്നതാണ്. പക്ഷേ വീടുകളൊക്കെ മാറി മാറി പുതിയ സമ്പ്രദായങ്ങളിലായപ്പോൾ എന്താണ്, ആർക്കും അതിനെക്കുറിച്ച് അച്ഛനായിട്ട് മാറും. അപ്പോൾ ആ ഗോത്രം കുലം അറിയാവുന്നവർക്ക് ആ ദേവതയെ ആരാധിക്കാം. പക്ഷേ ഭരദേവത അതാണ് മൂലദേവത എന്ന് പറയും. അപ്പോൾ ഭരദേവതയ്ക്കാണ് മൂലദേവത എന്ന് പറയും. അപ്പോൾ മൂലദേവി ആരാണ്, മൂലകുടുംബം ഏതാണ് എന്നറിയില്ല. അപ്പോൾ മൂലകുടുംബം ചിലപ്പോൾ ദൂരങ്ങളിലായിരിക്കാം. അപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്ന ഒരാളുടെ മൂലകുടുംബം ചിലപ്പോൾ കർണാടകത്തിലായിരിക്കും, കാസർഗോഡായിരിക്കാം, തിരുവനന്തപുരത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പോൾ അവിടെ നിന്നാണ് അവർ ഇങ്ങോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആരാധിച്ചിരിക്കുന്ന അതേ ദേവിയും ആ മൂലദേവതയും അവരുടെ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ദേവതയെ ആരാധിച്ചാലാണ് നമുക്ക്
എല്ലാ തടസ്സങ്ങളും മാറുക. പിന്നെ ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന് ഒരു ദേവത, പണ്ട് പരശുരാമൻ നേരെ അത് സ്ഥാപിച്ച സമയത്ത് തന്നെ ഗ്രാമദേവതമാരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്. അത് എല്ലാ സമയത്തും ഓരോ ദേവതമാരും, ഒരു ഗ്രാമത്തിനൊരു ദേവതയുണ്ട്. ഇപ്പോൾ അത് അങ്ങനെ പല പല, ഇപ്പോൾ കൽപ്പാത്തി ഗ്രാമം, പാലക്കാട് കൽപ്പാത്തി ഗ്രാമം, അവിടെ ഒരു ദേവതയുണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ദേവതയുണ്ടാവും. അപ്പോൾ അത് ഓരോ സ്ഥലത്തായിട്ടുള്ള ദേവതമാരാ സങ്കല്പം വരും. അപ്പോൾ അതെല്ലാം മൂലദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. നമ്മുടെ മൂലകുടുംബം അല്ലെങ്കിൽ മൂലദേവി, ആ ദേവിയെ കണ്ടെത്തലാണ്. അത് പലർക്കും അജ്ഞാതമാണെന്നാണ് പറയാം. അത് അജ്ഞാനം. അപ്പം സാധാരണഗതിയിൽ അതിന് നേരെ എന്ത് ചെയ്യും, അഷ്ടമംഗല പ്രശ്നമൊക്കെ വെച്ചിട്ട് നേരെ അതിൽ നേരെ ഓരോ സങ്കല്പം അനുസരിച്ചിട്ട് നേരെ ഇന്ന ദിക്കിൽ നിന്ന് വന്നവരാണ്, അപ്പോൾ അങ്ങനെ ഒരു ബന്ധങ്ങളിലൊക്കെയുള്ള സ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആ മൂലദേവിയെ കണ്ടെത്താനായിട്ട് സാധാരണ ശ്രമിക്കും. പക്ഷേ അത് അതിനേക്കാളും വളരെ എളുപ്പത്തിൽ കാര്യം എന്താണ്, ആ മൂലദേവിയുടെ സ്വഭാവങ്ങളായിരിക്കും ആ ആളുകളുടെ പ്രവൃത്തിയിലുണ്ടാകുക എന്നാണ്. അതാണ് അതിൻ്റെ സാധാരണഗതിയുള്ള ഒരു തത്വശാസ്ത്രതാണ്. ഇപ്പോൾ സാക്ഷാൽ ഭദ്രകാളി നേരെ മൂലദേവിയായിരിക്കുന്ന, മൂലദേവത ആയിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നേരെ ആ ഭദ്രകാളി സ്വഭാവങ്ങൾ ഉണ്ടാവുന്ന. അപ്പോൾ നേരെ അതിൽ പ്രധാനപ്പെട്ട എന്താണ്, പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ദേഷ്യം വരിക, അതേപോലെ ആ ഒരു നേരെ പെട്ടെന്ന് നമുക്ക് എടുത്തു ചാടി പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ഇത് വരിക, അപ്പോൾ എന്തിനേയും പിടിച്ചടക്കാനുള്ള കഴിവുണ്ടാകുക, ഇതൊക്കെ ഭദ്രകാളി സങ്കല്പമാണ്. അപ്പോൾ മൂലകുടുംബത്തിലെ ദേവതി ഭദ്രകാളിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ മൂലകുടുംബത്തിൽ നേരെ മിക്കവാറും ആളുകൾക്ക് ഭദ്രകാളി ഉണ്ടാവും. അതല്ലെങ്കിൽ മൂലകുടുംബത്തിൽ ദുർഗ ആരാധന വരുമ്പോൾ എന്താണ്, അപ്പോൾ ദുർഗാരാധന വരുമ്പോൾ നേരെ മൂലദേവി ദുർഗാരാധനയാണെങ്കിൽ അവിടെ നമുക്ക് സൗന്ദര്യം, അതേപോലെയുള്ള കലകൾ ഉണ്ടാവുന്ന സൗന്ദര്യം, അതേപോലെ അവിടുത്തെ സ്ത്രീകൾക്ക് സൗന്ദര്യം കൂടുതലുണ്ടാവും. അതേപോലെ അവർക്ക് നേരെ ഉന്നതമായിരിക്കുന്ന പദവികളിൽ അവരെത്തിച്ചേരും. അപ്പോൾ ഭദ്രകാളി സങ്കല്പമല്ല, അപ്പോൾ അവരുടെ മൂലദേവി നേരെ ദുർഗാ സങ്കല്പത്തിലാണ് വരിക. പിന്നെ മൂലദേവിയുടെ ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് നേരെ ഈ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കും മൂലദേവി സമ്പ്രദായത്തിൽ വരുമ്പോൾ അത് ദേവി തന്നെ ആയിരിക്കണം എന്നില്ല. ഉദാഹരണത്തിന് വേട്ടയ്ക്കൊരു മകനായിട്ട് വരാം, കിരാതനായിട്ട് വരാം, ഏത് രൂപത്തിലും വരാം. അപ്പോൾ അത് തരത്തിൽ ആ ദേവതയ്ക്ക് ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ ഭദ്രകാളിയുടെ സ്വഭാവമല്ല ദുർഗയ്ക്ക്, ദുർഗയുടെ സ്വഭാവമല്ല സരസ്വതിക്ക്, ആ സ്വഭാവമല്ല പാർവതിക്ക്, ആ സ്വഭാവമല്ല വേട്ടയ്ക്കൊരു മകന്, ആ സ്വഭാവമല്ല ശിവനുള്ളത്. അപ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് നേരെ ദേവത ഇന്നതായിരിക്കണം എന്ന് കണ്ടെത്താം. പിന്നീട് അവരുടെ അതാണ് നേരെ എളുപ്പ വഴിയതാണ്. അപ്പോൾ സാധാരണഗതിക്ക് നേരെ നമുക്ക് കൂടുതൽ വാചാലമായിട്ടിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ തന്നെ സമ്പ്രദായം ഉണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനെ വാചാലമായിട്ടിരിക്കുന്ന ആ ആളുകളാണുണ്ടെങ്കിൽ, സ്ത്രീകളായാലും പുരുഷന്മാരും കൂടുതൽ വാചാലതയുള്ളവരാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഭദ്രകാളി നേരെ മൂലദേവിയാണെന്നർത്ഥം. മൂലദേവി ഭദ്രകാളിയാണെങ്കിൽ അവരിങ്ങനെ നിരന്തരം നേരെ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കാര്യങ്ങളിൽ വാചാലത്വം ഉണ്ടായെന്നാണ്. ദുർഗയിൽ വരുന്ന സമയത്താണ് മിതത്വം ഉണ്ടാവുക. ദുർഗയിൽ നേരെ പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നാണ് നമുക്ക് മൂലത്തെ മനസ്സിലാക്കുക. പുരുഷനായാലും സ്ത്രീ ആയാലും അപ്പോൾ പൊതുവെ ഒരു മിതഭാവമായിരിക്കും. അപ്പോൾ മിതത്വം ഉണ്ടാവും സംസാരത്തിൽ. പിന്നെ ഒരു ആഢ്യഭാവം എന്ന് പറയുമ്പോൾ തെറ്റായിരിക്കും ധരിക്കരുത്. ആഢ്യഭാവം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠഭാവം ഉണ്ടാവും. അതാണ് ദുർഗയുടെ പ്രത്യേകത. കാരണം വാഹനം സിംഹമാണ്, മറ്റത് വേതാളാണ്. ഭദ്രകാളിയുടെ വേതാളാണ് വാഹനം. അപ്പോൾ ആ വേതാള സ്വഭാവമാണ് നേരെ വേതാളത്തിൻ്റെ സ്വഭാവം ഭദ്രകാളിൽ കണ്ടാണ് നമുക്ക് ഭദ്രകാളിയെ തിരിച്ചറിയാൻ സാധിക്കാം. കാരണം വേതാളം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നേരെ ഒരു താഴ്ന്ന സങ്കല്പത്തിലുള്ളതായിരിക്കുന്ന വാഹനം. അപ്പോൾ അതാണ് വേതാളി എന്ന് പറയും. വേതാളി ഗളമാറുന്നു എന്നാണ് ഭദ്രകാളി സങ്കല്പം. അപ്പോൾ വേതാളം നേരെ പിന്നെ പോയിട്ട് തലകീഴായിട്ടാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെ വേതാളത്തിനെ നേരെ പ്രതിഷ്ഠിക്കും. അപ്പോൾ ദുർഗയ്ക്ക് അങ്ങനെ സിംഹമാണ്. അതുകൊണ്ടാണ് നമുക്ക് ദുർഗ ആണ് കുലദേവിയെങ്കിൽ ആ ശ്രേഷ്ഠമായിരിക്കുന്ന ഭാവത്തിലെത്തും. അതുപോലെ മിതത്വം, സംസാരത്തിൽ മിതത്വം, ആഹാരത്തിൽ മിതത്വം, അതേപോലെ നേരെ ആ ഒരു പ്രൗഢഗംഭീരഭാവം ഉള്ളതായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ് ആ ഗൃഹത്തിലുള്ളതെങ്കിൽ അവരുടെ ഗൃഹദേവത നേരെ ആ ദുർഗയായിരിക്കണം, മൂലദേവത ദുർഗയായിരിക്കണം എന്ന് സങ്കല്പിച്ചുകൊള്ളണം. പിന്നീട് ദിക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ദിക്കിലാണ് ദേവത, എവിടെ നിന്നാണ് അവർ വന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പിന്നീട് നേരെ അവരുടെ പ്രവൃത്തികളിൽ അവർ കൂടുതലും
ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഏത് ദിക്കിലേക്കാണ്? തീർത്ഥാടനങ്ങൾ ഏത് സങ്കല്പിക്കുന്നതിലേക്കാണ്? അപ്പോൾ വടക്ക് ദിക്കിൽ നിന്ന് വന്നവരായിരിക്കുന്നവരാണെങ്കിൽ വടക്കൻ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിലാണ് അവർക്ക് തീർത്ഥാടന താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർ വടക്കുന്ന് വന്നവരാണെന്ന്. കിഴക്കൻ ഭാഗത്തുള്ളതായിരിക്കും തീർത്ഥാടനങ്ങൾ താല്പര്യമുള്ളവരെന്താണ്? അപ്പോൾ അവരുടെ മൂലം അവർ വന്നത് കിഴക്ക് ദിക്കിൽ നിന്നാണ് സങ്കല്പം. അതേപോലെ പടിഞ്ഞാറ് ദിക്കിലും. അപ്പം അങ്ങനെ ദിക്കുകൾക്കനുസരിച്ചിട്ട് നമ്മൾ ഏതൊരു ദിക്കിലേക്കാണോ സഞ്ചരിക്കുന്നത്, അപ്പോൾ ഏതൊരു ദിക്കിലേക്കാണോ നമ്മൾ പോകുന്നത്, നമ്മുടെ ക്രയവിക്രയങ്ങൾ, ജോലി, അതേപോലെ നമ്മുടെ ക്ഷേത്രാരാധനകൾ, അതേപോലെ നമ്മുടെ ഓരോ യാത്രകൾ, അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇവർ ഇന്ന ദിക്കിൽ നിന്ന് വന്നവരാണ് എന്ന് സങ്കല്പിക്കുക. അല്ലാണ്ട് ഭാഷയല്ല. ഭാഷയൊക്കെ തന്നെ ഭാഷകളിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ മൂലദേവിയെ കണ്ടുപിടിക്കുക. അപ്പോൾ സ്വഭാവം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഇവരുടെ മൂലദേവി എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ദേവിക്ക് പല ഭാവങ്ങളുണ്ട്. അപ്പോൾ ചാമുണ്ഡ അങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളുണ്ട്. അപ്പോൾ അത് ഒക്കെ അവരുടെ സ്വഭാവത്തിൽ പ്രകടിപ്പിച്ച് കാണാമെന്നാണ്. ചാമുണ്ഡ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടിയിട്ട് നേരെ ഈ മത്സ്യമാംസങ്ങളെ കൊണ്ടുള്ള പൂജാവിധികളും മത്സ്യമാംസങ്ങളുടെ ഉപയോഗങ്ങൾ ഇതൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഭദ്രകാളി സങ്കല്പത്തിലും മത്സ്യമാംസങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും അത് ചാമുണ്ഡയായിട്ടും അതേപോലെ രക്തചാമുണ്ടി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കൂടുതൽ നേരെ അതിൽ അമിതാസക്തരായിട്ടിരിക്കും. അപ്പോൾ അവരുടെ കുലം, അവരുടെ ആ കുലദേവി, അവരുടെ മൂലദേവി അല്ലെങ്കിൽ ഭദ്രകാളി അല്ലെങ്കിൽ ചാമുണ്ട അല്ലെങ്കിൽ രക്തചാമുണ്ടി എന്ന് നമ്മൾ ധരിച്ചു കൊള്ളണം. അതനുസരിച്ചിട്ടാണ് ഉത്തമത്വത്തിലേക്ക് പോവുക. ദുർഗ, അതേപോലെ സരസ്വതി, അപ്പം അങ്ങനെയുള്ള ദേവിമാരുണ്ട്. സരസ്വതി സാധാരണഗതിക്ക് ആ മൂലദേവിയായിട്ട് വരാറില്ല. വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ സരസ്വതി മൂലദേവിയായിട്ട് വരുള്ളൂ. അപ്പം അങ്ങനെയാണ് മൂലദേവിമാരെ നമ്മൾ നിശ്ചയിക്കേണ്ടത്. അപ്പം അതനുസരിച്ചിട്ട് നേരെ അത് ശരിയാണോ എന്നറിയണമല്ലോ. അത് ശരിയാണോ എന്നറിയാനായിട്ട് എന്ത് ചെയ്യണം? അതിനാണ് പ്രശ്നം വെച്ചത്. അപ്പോൾ അതിന് അഷ്ടമംഗല പ്രശ്നം വേണമെന്നില്ല, എൻ്റെ ഒരൊറ്റ പ്രശ്നം വെച്ചാൽ മതി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത് ശരിയാണോ എന്നറിയാനായിട്ട് ഒരൊറ്റ പ്രശ്നം വെച്ചാൽ ആ പ്രശ്നത്തിൽ നോക്കിയിട്ട് എൻ്റെ മനസ്സിൽ കൽപ്പിച്ചത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ട് നേരെ അന്വേഷിച്ചാൽ അവരുടെ മൂലത്തെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയാണ് ഏത് ഭാഗത്ത് നിന്നോ അവിടെയുള്ള ബന്ധുക്കൾ, അപ്പം അങ്ങനെയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രധാന ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ സ്വഭാവം, അപ്പോൾ അതെല്ലാം നമുക്ക് അതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നും നമ്മുടെ ചിന്തകളും ഒക്കെ തന്നെ അനുസരിച്ചിട്ടാണ് മൂലദേവിയെ കണ്ടെത്തിയിട്ട് ആ മൂലദേവിയെ നമ്മുടെ ഗ്രഹത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് മൂലദേവി ഉപാസനമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക.